കഴിഞ്ഞ ദിവസം കടലിൽ വച്ച് തീപിടിച്ച ചരക്കു കപ്പൽ, അത് വലിയൊരു ആശങ്കയായിരുന്നു. ഇന്നിപ്പോൾ കേൾക്കുന്ന വാർത്ത തീപിടിച്ച ചരക്ക് കപ്പലിനെ മുഴുവനായും തീ വിഴുങ്ങി എന്നാണ്. കോസ്റ്റ് ഗാർഡാണ് ഈ വാർത്ത സ്ഥിരീകരിച്ചത്. രക്ഷപ്പെടുത്തിയ 18 ജീവനക്കാരെ മംഗളൂരുവിലെത്തിച്ചു. പൊള്ളലേറ്റ 6 പേരെ മംഗലാപുരം AJ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ശ്വാസകോശത്തിൽ വരെ പൊള്ളലേറ്റു എന്നാണ് കിട്ടുന്ന വിവരം. അതേസമയം കാണാതായ 4 ജീവനക്കാർക്കായി തെരച്ചിൽ തുടരുകയാണ്. കോസ്റ്റ് ഗാർഡിൻ്റെ 2 കപ്പലുകൾക്കാണ് തീ അണയ്ക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സമുദ്രതരംഗിണി, രാജ്ദൂത് എന്നീ കപ്പലുകൾക്കാണ് നിർദ്ദേശം. വിവരങ്ങളുമായി അനഘയും കൊച്ചിയിൽ നിന്ന് നിഷയും ഒപ്പം ചേരുന്നു. ആദ്യം അനഘയിലേക്ക്. അനഘ, കപ്പൽ തീ പൂർണ്ണമായും വിഴുങ്ങി, അതായത് കപ്പൽ കടലിൽ അമർന്നു എന്നർത്ഥം. ആശങ്ക ഇപ്പോഴും ബാക്കിയോ? കൃഷ്ണരാജ്, തീർച്ചയായും ഈ കപ്പൽ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ബേപ്പൂരാണ്. ബേപ്പൂർ തുറമുഖ ഭാഗത്താണ്. ഇവിടെ നിന്ന് 40 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ കപ്പൽ അപകടം നടക്കുന്ന ആ സ്ഥലമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഇവിടുന്ന് ആദ്യമായി തന്നെ കോസ്റ്റ് ഗാർഡിന്റെ ഒരു കപ്പൽ ആ ഭാഗത്തേക്ക് ഉടൻ തന്നെ എത്തിയിരുന്നു. ആ സമയം മുതൽ ഏകദേശം 11:30 തന്നെ കപ്പലിനകത്തുള്ള തീ അണക്കാനുള്ള തീവ്രശ്രമം കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്നും നേവിയുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ വിഫലമായി എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. അതായത് കപ്പൽ പൂർണ്ണമായും കത്തിച്ചാമ്പലായിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ കോസ്റ്റ് ഗാർഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. കപ്പലിന്റെ 2ാമത്തെ ഡക്കിലായിരുന്നു ആദ്യം തീ ഉയർന്നത്. അതിനുശേഷം കപ്പലിലേക്ക് മുഴുവനായും ഈ തീ പടരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കപ്പലിനകത്തുള്ള കണ്ടെയ്നറുകൾക്ക് മുഴുവൻ തീ പിടിച്ചിട്ടുണ്ട്. ഈ തീ അണയ്ക്കാനുള്ള ശ്രമം ഒരു ഘട്ടത്തിൽ പോലും നടക്കാൻ സാധിച്ചിരുന്നില്ല. കാരണം ഈ തീപിടുത്തം ഉണ്ടായ കപ്പലിനടുത്തേക്ക് എത്താൻ ഈ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം ഓരോ നിമിഷവും ആ കപ്പലിൽ നിന്ന് സ്ഫോടനവും പൊട്ടിത്തെറിയും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്നവരുടെ ജീവൻ അത് ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കപ്പലിനടുത്തേക്ക് പോകാതിരുന്നത്. മാത്രമല്ല, പ്രധാനമായും 2 കപ്പലുകൾക്കാണ്, കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പലുകൾക്കാണ് തീ അണയ്ക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒന്ന് സമുദ്രതരംഗിണി, ഒന്ന് രാജ്ദൂത്. ഈ 2 കപ്പലുകളാണ് നിലവിൽ ഈ തീ അണയ്ക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. മറ്റ് കപ്പലുകൾ കൂടി ആ പരിശ്രമത്തിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും അധികം പ്രഥമ പരിഗണന കൊടുക്കുന്നത് ഈ തീപിടുത്തമുണ്ടായ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ആ കപ്പൽ ഒരു ഘട്ടത്തിൽ പോലും കരയിലേക്ക് അല്ലെങ്കിൽ ഈ കരഭാഗത്തേക്ക് അടുക്കാൻ ഒരു രീതിയിലും സമ്മതിക്കാതിരിക്കുക. മാത്രമല്ല, ഇന്നലെ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് കപ്പലിനകത്തുണ്ടായിരുന്ന 600 കണ്ടെയ്നറുകളിൽ 25 കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചിട്ടുണ്ട് എന്ന് കോസ്റ്റ് ഗാർഡ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ പതിച്ച കണ്ടെയ്നറുകൾ ഒരു രീതിയിലും കരഭാഗത്തേക്ക് എത്താതിരിക്കണം. അതിനായി ടഗ് ബോട്ടുകൾ ഉപയോഗിച്ച് ഈ കടലിൽ വീണിരിക്കുന്ന കണ്ടെയ്നറുകൾ മാറ്റുക, അതായത് ഉൾക്കടലിലേക്ക് മാറ്റുക. നിലവിൽ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ഈ കപ്പലും അതും ഉൾക്കടലിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ അങ്ങനെ ഉൾക്കടലിലേക്ക് മാറ്റണമെങ്കിൽ ഈ കപ്പലിലെ തീ പൂർണ്ണമായും അണയ്ക്കണം. തീ അണച്ചതിന് ശേഷം മാത്രമാണ് ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ആ ഭാഗത്തേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇന്ന് ഈ സമയമായിട്ട് പോലും ഈ കപ്പലിലെ തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. മാത്രമല്ല, ഈ കപ്പലിലെ കൊളംബിയൻ കപ്പൽ കമ്പനിയോട് നേവിയും കോസ്റ്റ് ഗാർഡും ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് അവരുടെ ടഗ് ബോട്ടുകൾ ഇവിടേക്ക് എത്തിക്കണം. മാത്രമല്ല, സാൽവേജ് ടീമിനോടും എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സാൽവേജ് ടീം എന്ന് പറയുന്നത് ഈ കപ്പലിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുന്ന സമയത്ത് അവരൊരു ടീമിനെ സജ്ജീകരിച്ചിട്ടുണ്ടാവും രക്ഷാപ്രവർത്തനത്തിനും മറ്റുമൊക്കെയായി. ആ ടീമിനോട് ഉടൻ തന്നെ ഈ കപ്പൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഭാഗത്തേക്ക് എത്തണമെന്നൊരു നിർദ്ദേശം കൂടി ഈ നേവിയും കോസ്റ്റ് ഗാർഡും ഒക്കെ തന്നെ നൽകിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ആ ടഗ് ബോട്ടുകളും ഇത്തരത്തിൽ സാൽവേജ് ടീമും എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്ന ഒരു വസ്തുത, ഈ കപ്പലിനകത്ത് നിന്ന് ഈ കടലിൽ പതിച്ചിരിക്കുന്ന ഈ കണ്ടെയ്നറിനകത്ത് എന്ത് ആണ് എന്നതിൽ ഒരു വസ്തുത ഇപ്പോഴുമില്ല. നേരത്തെ തന്നെ ആസിഡ് ഉണ്ട്. മാത്രമല്ല, തമ്മിൽ ഉരസിയാൽ പോലും പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള രാസവസ്തു. അതിലാണ് ഇപ്പോഴും സംശയം ഉണ്ടാകുന്നത്. കാരണം ഒരു കപ്പൽ കൊളംബോയിൽ നിന്ന് മുംബൈ തീരത്തേക്ക് വരുന്നു. എന്താണ് കൊളംബോയിൽ നിന്ന് ആ കപ്പലിൽ നിറച്ചത്, ആ കപ്പൽ കണ്ടെയ്നറുകളിൽ നിറച്ചത് എന്താണെന്ന ചോദ്യമുണ്ട്. ഇനി ഈ കപ്പൽ എവിടെ നിന്ന് വന്നാലും
എത്തുന്ന ഇടത്തും പുറപ്പെടുന്ന ഇടത്തും എന്താകും കണ്ടെയ്നറുകളിൽ എന്നതിലൊരു ധാരണയുണ്ടാവില്ലേ? എന്തുകൊണ്ടത് മറച്ചു വയ്ക്കപ്പെടുന്നു? അതാണ് ഇനിയും മനസ്സിലാകാത്തത്. തീർച്ചയായും കൃഷ്ണരാജ്, അതായത് ഇപ്പോൾ ഈ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ കണ്ടെയ്നറിനകത്ത് ആസിഡ് ഉണ്ട്, ഗൺ പൗഡർ ഉണ്ട്, ലിഥിയം ബാറ്ററി ഉണ്ട്, അതുപോലെ തന്നെ ടർപ്പന്റൈൻ ഉണ്ട്, വാർണിഷ് ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്, അതുപോലെ അമോണിയം ഉണ്ട്. ആ രീതിയിലുള്ള വസ്തുക്കൾ ഈ കപ്പലിനകത്ത് ഉണ്ട് എന്ന് കോസ്റ്റ് ഗാർഡ് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അത് ഏതൊക്കെ കണ്ടെയ്നറുകളിലാണ്, അത് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ചിത്രം, അതായത് അത് കോസ്റ്റ് ഗാർഡോ നേവിയോ തന്നെ പുറത്തേക്ക് വിട്ടിട്ടില്ല, കപ്പൽ കമ്പനി നിന്ന് അത് ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അപകടകരമായ വസ്തുക്കൾ, അതായത് തീപിടിക്കാൻ സാധ്യതയുള്ള, കടലിനോട് ചേർന്ന് കഴിഞ്ഞാൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വസ്തുക്കൾ തന്നെയാണ് ആ കണ്ടെയ്നറിന് അകത്ത് ഉള്ളത് എന്ന് നേവി, കോസ്റ്റ് ഗാർഡൊക്കെ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും ഈ കണ്ടെയ്നറുകൾ ഈ കേരള തീരത്തേക്ക്, അതായത് കോഴിക്കോട് ഭാഗത്തേക്കും അതുപോലെ തന്നെ കൊച്ചി ഭാഗത്തേക്കും ഒക്കെ തന്നെ, അഴീക്കൽ ഭാഗത്തേക്കും ഒക്കെ തന്നെ കണ്ടെയ്നറുകൾ അടിയാനുള്ളൊരു സാഹചര്യം കൂടി ഉണ്ട്. പക്ഷെ അത് ഇല്ലാതാക്കാനുള്ള ഒരു പരിശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ കടലിൽ പതിച്ചിരിക്കുന്ന കണ്ടെയ്നറുകൾ ടഗ് ബോട്ടുകൾ ഉപയോഗിച്ച് ഉൾക്കടലിലേക്ക് മാറ്റാനുള്ളൊരു ശ്രമമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ കപ്പലിലെ തീയണയ്ക്കാനുള്ള ശ്രമവും ഈ കപ്പലിൽ നിന്ന് ആ സമയം കാണാതായിട്ടുള്ള ഈ 4 ജീവനക്കാരെ കണ്ടെത്താനുള്ള ഒരു പരിശ്രമവുമായിരുന്നു ആ സമയത്ത് തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും ഒക്കെ ഭാഗത്ത് നിന്നുണ്ടായത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ 4 ജീവനക്കാരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മ്യാൻമാർ, ഇന്തോനേഷ്യൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരെയാണ് കാണാതായിരിക്കുന്നത്. ഇന്നലെ കപ്പലിൽ 22 ജീവനക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് തന്നെ ക്യാപ്റ്റൻ അടക്കമുള്ള 18 പേരും കടലിലേക്ക് ചാടുകയായിരുന്നു. അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഈ 4 പേരെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ഈ 18 പേരെയും മംഗലാപുരത്തേക്ക് എത്തിച്ചു. ഇതിൽ 6 പേർക്ക് ഗുരുതരമായി 6 പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. ഈ 6 പേരെ മംഗലാപുരം AJ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഈ 6 പേരിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് AJ ആശുപത്രി അധികൃതർ പറയുന്നത്. ഞാൻ അനഘയിലേക്ക് വരാം. നിഷ ദിലീപ് കൂടി ഒപ്പം ചേരുന്നുണ്ട്. നിഷ, കൊച്ചി മുതൽ കോഴിക്കോട് വരെ തീരങ്ങളിൽ കണ്ടെയ്നറുകൾ അടിയാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. എന്താണ് കൊച്ചിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? അടുത്ത 2 ദിവസത്തിനുള്ളിൽ കൊച്ചി മുതൽ കോഴിക്കോട് വരെയുള്ള തീരങ്ങളിൽ കണ്ടെയ്നറുകൾ അടിയും എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇത് തടയുന്നതിനുള്ള നടപടികളുമായാണ് മുന്നോട്ട് പോകുന്നത്. നെതർലൻഡ് ആസ്ഥാനമായ സ്മിത്ത് സാൽവേജ് എന്ന കപ്പൽ രക്ഷാപ്രവർത്തനത്തിനായി ഉടൻ തന്നെ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്മിത്ത് സാൽവേജ് എന്ന കപ്പൽ അല്പസമയത്തിനകം തന്നെ ഈ അപകടം. നിഷയിലേക്ക് വരാം. അനഘയിലേക്ക് വീണ്ടും. അനഘ, കപ്പലിൽ നിന്ന് ക്യാപ്റ്റൻ അടക്കമുള്ളവർ കടലിലേക്ക് ചാടുന്നു. സ്വാഭാവികമായും അവസാന നിമിഷം, അതായത് എല്ലാം നഷ്ടമാകുമെന്ന് ഉറപ്പാകുന്ന നിമിഷമാണ് ഈ ക്യാപ്റ്റൻ രക്ഷപ്പെടാനുള്ള മാർഗം തേടുക. അവർക്ക് അപ്പോൾ തന്നെ അറിയാമായിരുന്നു കപ്പലിലുള്ളതൊക്കെ കത്തിനശിക്കാൻ സാധ്യതയുള്ളതാണ്, കപ്പൽ പൂർണ്ണമായും കൈവിട്ടു പോയി എന്ന ബോധ്യം ഒരുപക്ഷെ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, അതായത് ഒരു കപ്പലിലെ ക്യാപ്റ്റൻ അനുസരിച്ച്, അവർ പഠിക്കുന്നതനുസരിച്ച്, അവരുടെ നിയമം അനുസരിച്ച് കപ്പലിനെ ഒരു രീതിയിലും രക്ഷപ്പെടുത്താൻ കഴിയില്ല. അതായത് അവസാന നിമിഷവും പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ മാത്രമാണ് കപ്പൽ ഉപേക്ഷിച്ച് ക്യാപ്റ്റൻ കപ്പലിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അതും കമ്പനിയുടെ നിർദ്ദേശം ഉണ്ടെങ്കിൽ മാത്രമാണ് ക്യാപ്റ്റന് കപ്പലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയൂ എന്നതാണ്. പക്ഷേ ഇന്നലെ ആദ്യഘട്ടത്തിലൊക്കെ ക്യാപ്റ്റനും ആ 4 എഞ്ചിനീയർമാരും ഈ കപ്പലിനകത്തുണ്ട് എന്ന വിവരമായിരുന്നു പുറത്തു വന്നിരുന്നത്. പിന്നീടാണ് ഈ ആദ്യഘട്ടത്തിൽ ഈ ഡക്കിൽ നിന്ന് തീ ഉയർന്ന ആ സാഹചര്യത്തിൽ തന്നെ ക്യാപ്റ്റൻ അടക്കമുള്ള ആ 18 പേരും കടലിൽ ചാടി
ഈ കടലിൽ ചാടിയിരുന്നു എന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ക്യാപ്റ്റൻ ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലായിരുന്നു ഈ കപ്പൽ ഒരു ഘട്ടത്തിൽ പോലും കപ്പലിനെ രക്ഷിക്കാൻ കഴിയില്ല, കാരണം ഈ കപ്പലിനകത്ത് കത്തിപ്പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളാണ് എന്ന് ക്യാപ്റ്റന് കൃത്യമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. ഈ ക്യാപ്റ്റനും 18 പേരുമാണ് ഇന്നലെ ആ കടലിലേക്ക് ചാടിയത്. ഇതിൽ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ഈ 4 പൗരന്മാർക്കായി ഇന്നലെ മുതൽ തന്നെ തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. പക്ഷേ ഇവരെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. പക്ഷെ ഇന്നലെയൊക്കെ തന്നെ ഈ ബേപ്പൂർ പോർട്ട് ഓഫീസർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ കപ്പൽ ജീവനക്കാർ, അതായത് കടലിലേക്ക് ചാടിയ ആ 4 പേരെയും ഈ ജീവനോടെ രക്ഷിക്കാൻ കഴിയും എന്ന് തന്നെയായിരുന്നു പോർട്ട് ഓഫീസറൊക്കെ വ്യക്തമാക്കിയിരുന്നത്. കാരണം അവർക്ക് കൃത്യമായ ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടാകും. ഈ ഘട്ടത്തിലേക്ക് കടലിലേക്ക് ചാടുന്ന സമയത്ത് ഈ ലൈഫ് ജാക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ അവർ ധരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അവർ സേഫ് ആയിരിക്കും എന്നായിരുന്നു പോർട്ട് ഓഫീസറൊക്കെ തന്നെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കുന്ന വിവരം എന്ന് പറയുന്നത് ഇവരെ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇവർ കടലിലേക്ക് എടുത്ത് ചാടിയിരുന്നെങ്കിൽ ഇവരെ ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യം ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഈ ബേപ്പൂരിൽ നിന്ന് കോസ്റ്റ് ഗാർഡിന്റെ ഒരു കപ്പൽ എത്തിയിരുന്നു. അങ്ങനെ 5 കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ ആ ഭാഗത്ത് ഉണ്ടായിരുന്നു. ഇവർക്ക് ആർക്കും തന്നെ ഈ 4 ജീവനക്കാരെ കണ്ടെത്താനോ അവരെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ തീ പടർന്നിട്ടുള്ള ഡക്കിൽ അവർ പെട്ടുപോയിട്ടുണ്ടോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 4 പേരും ആ ഡക്കിനകത്ത് ഉണ്ടായേക്കാം എന്നൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും ഒരു ഘട്ടത്തിൽ പോലും ഈ കപ്പലിനകത്തേക്ക് അല്ലെങ്കിൽ കപ്പലിനടുത്തേക്ക് എത്താൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾക്കൊന്നും തന്നെ സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ബേപ്പൂർ ഈ ഭാഗത്തേക്ക് കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ഇന്നലെ ഒരു പക്ഷേ ഈ രക്ഷാദൗത്യത്തിന് പോയ കപ്പലുകളായിരിക്കാം. ആ കപ്പലുകൾ മടങ്ങി വരുന്നതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ ഭാഗത്ത് ഇന്നലെ ഈ സംഭവം നടന്ന ആ സമയത്ത് തന്നെ കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ ഇവിടെ നിന്ന് പുറപ്പെട്ടിരുന്നു. ഒരു പക്ഷേ അത് ഇന്നലെ പോർട്ട് ഓഫീസർ സംസാരിച്ചതനുസരിച്ചാണെങ്കിൽ രാവിലെ മാത്രമാണ് മടങ്ങുക എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇന്നലെ രക്ഷാദൗത്യത്തിന് പോയിട്ടുള്ള ആ സമയത്ത് ആ ഭാഗത്തേക്ക് പോയിട്ടുള്ള കോസ്റ്റ് ഗാർഡിന്റെ കപ്പലാകാം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. അതായത് ആ കപ്പൽ ഈ ഭാഗത്തേക്ക് ബേപ്പൂർ തുറമുഖ ഭാഗത്തേക്ക് വരികയാണ് എന്ന് നമുക്ക് കരുതാം. അത് ആ കപ്പലാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. എന്തായാലും കപ്പലിൽ തീ ആളിപ്പടരുക തന്നെയാണ്. കപ്പൽ പൂർണ്ണമായും കത്തി നശിക്കും. ഏറ്റവും വലിയ ആശങ്കയും വെല്ലുവിളിയും ഉയർത്തുന്നത് ഈ കപ്പലിൽ നിന്ന് താഴേക്ക് തെറിച്ചു വീണ കണ്ടെയ്നറുകളാണ്. ഈ കണ്ടെയ്നറിനകത്ത് ആസിഡ് ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്. അങ്ങനെ ഈ വെള്ളവുമായും അതുപോലെ തന്നെ മറ്റുമായും ഒക്കെ തന്നെ സമ്പർക്കത്തിൽ ഏർപ്പെട്ടാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന വസ്തുക്കളാണുള്ളത്. അത് നമ്മുടെ ആവാസ വ്യവസ്ഥയെ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഒക്കെ തന്നെ സാരമായി തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഇനി എന്താണ് സർക്കാരിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന നീക്കം എന്നുകൂടി ഈ വിഷയത്തിൽ കാണേണ്ടതുണ്ട്. കൃഷ്ണരാജ്, ശരി, നിഷ ദിലീപിലേക്ക് പോകേണ്ടതുണ്ട്. നിഷ, പറഞ്ഞു വന്നത് തുടരൂ. കൃഷ്ണരാജ്, 3 ഘട്ടങ്ങളായി തിരിച്ചുള്ള രക്ഷാദൗത്യമാണ് ഇപ്പോൾ നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ഭാഗത്തു നിന്നും നടക്കുന്നത്. അപകടമുണ്ടായ സ്ഥലത്തേക്ക് അല്പസമയത്തിനകം തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിന്റെ നിർദ്ദേശപ്രകാരം നെതർലൻഡ് ആസ്ഥാനമായ സ്മിത്ത് സാൽവേജ് എന്ന കപ്പൽ എത്തിച്ചേരും. കടലിലേക്ക് വീണ രാസവസ്തുക്കളും എണ്ണയും അടക്കമുള്ളവ നീക്കം ചെയ്യുകയാണ് പ്രധാന ദൗത്യം. നമുക്കറിയാം, കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിച്ച് കടലിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രിയിലും ഇന്നുമൊക്കെ തുടരുകയാണ്. തീരരക്ഷാ സേനയുടെയും ഒപ്പം തന്നെ നേവിയുടെയും ഒക്കെ രക്ഷാപ്രവർത്തകർക്ക്, ഈ രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെട്ടിരിക്കുന്ന കപ്പലുകൾക്ക് ഈ പൊട്ടിത്തെറിയുണ്ടായ കപ്പലിനടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. മൺസൂൺ സീസൺ ആണെങ്കിൽ പോലും ഇന്നലെ അപകടമുണ്ടായി. ഏതാണ്ട് 6 മണിക്കൂറിന് ശേഷമൊക്കെ ആ ഭാഗത്തുള്ള ഒരു കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് അനുയോജ്യമായിരുന്നു. പക്ഷേ എങ്കിൽ പോലും കപ്പലിൽ നിന്നും തീയും പുകയും ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഏത് സമയത്തും പൊട്ടിത്തെറി പ്രതീക്ഷിച്ചു ഇരുന്നത് കൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് രക്ഷാദൗത്യവുമായി പോയ കപ്പലുകൾക്ക് എത്താൻ കഴിയുന്നില്ല. കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും ഒപ്പം കപ്പലുകളും ഒപ്പം തന്നെ ഡോർണിയർ വിമാനങ്ങളും ഒക്കെ തിരച്ചിലും നിരീക്ഷണവും തുടരുന്നുണ്ടായിരുന്നു. രാത്രിയിലുമൊക്കെ തിരച്ചിലും നിരീക്ഷണവും തുടർന്ന് വരികയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ, കപ്പലിൽ നിന്ന് ഏത് സമയവും ഉണ്ടാകാവുന്ന പൊട്ടിത്തെറികളാണ്.
ഒപ്പം 4 പേരെ കാണാനില്ല. ഈ 4 പേർക്കായുള്ള തിരച്ചിലാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ 4 പേർ അനഘ പറഞ്ഞതുപോലെ ഒരുപക്ഷെ അവർക്ക് പരിശീലനം കിട്ടിയ ആളുകളാണ്. ലൈഫ് ജാക്കറ്റൊക്കെ ഉപയോഗിച്ച് ഏതെങ്കിലും ഭാഗത്തേക്ക് നീന്തി രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ഇന്നലെയും ഇന്നും നടന്ന തിരച്ചിലിൽ ഈ 4 പേരെയും കണ്ടെത്താനായില്ല. കപ്പലിനുള്ളിൽ നിന്ന് ഇന്നലെ ക്യാപ്റ്റൻ അടക്കമുള്ള ആളുകൾ കപ്പലിൽ പൊട്ടിത്തെറിയും ഒരുപക്ഷെ കപ്പൽ മുങ്ങാനുള്ള സാധ്യതയും ഒക്കെ കണക്കിലെടുത്ത് അവർ രക്ഷപ്പെട്ടിരുന്നു. ഇനിയും കപ്പലിൽ ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. 9 വിഭാഗങ്ങളിലുള്ള അപകടകരമായ രാസവസ്തുക്കളും ദ്രവങ്ങളും ആസിഡുകളും ഒക്കെയാണ് കപ്പലിലുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഘർഷണമുണ്ടായാൽ പോലും പൊട്ടിത്തെറി ഉണ്ടാകാവുന്ന രാസവസ്തുക്കളുണ്ട്. ഒപ്പം തന്നെ കടലിൽ കലർന്നാൽ മത്സ്യസമ്പത്തിനെ അടക്കം ബാധിക്കുന്ന വിഷാംശമുള്ള വലിയ രീതിയിലുള്ള വിഷാംശമുള്ള വസ്തുക്കളുണ്ട്, ഖരപദാർത്ഥങ്ങളുണ്ട്, ആസിഡുകളുണ്ട്. എന്തായാലും ഇതൊക്കെ തന്നെ വലിയ പാരിസ്ഥിതിക ആഘാതത്തിനും മറ്റും ഇടയാക്കാനുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ രക്ഷാദൗത്യം ആ രീതിയിലും പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നെതർലൻഡ് ആസ്ഥാനമായ സ്മിത്ത് സാൽവേജ് എന്ന കപ്പൽ ഉടൻ തന്നെ എത്തുന്നതും കടലിലേക്ക് എണ്ണയും രാസവസ്തുക്കളും വിഷദ്രാവകങ്ങളും അടക്കം കലരാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ അതൊക്കെയാണ് അവർ നടത്തുക. എന്തായാലും ഇപ്പോഴും ഈ കപ്പൽ രക്ഷാദൗത്യത്തിന് ഏർപ്പെട്ടിരിക്കുന്ന കപ്പലുകൾക്ക് ഈ ഷിപ്പിനടുത്തേക്ക് പൊട്ടിത്തെറിയുണ്ടായ ഷിപ്പിനടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല എന്നത് വലിയ വെല്ലുവിളിയായി തന്നെ നിലനിൽക്കുന്നുണ്ട്. തീരസംരക്ഷണ സേനയുടെയും നേവിയുടെയും ഒക്കെ രക്ഷാ ദൗത്യം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇനി നമുക്കറിയാം ഈ കണ്ടെയ്നറുകൾ ഇവർ പറയുന്നതനുസരിച്ച് 3 ദിവസത്തിനുള്ളിൽ കൊച്ചി മുതൽ കോഴിക്കോട് വരെയുള്ള തീരങ്ങളിൽ അടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്കടക്കം മുൻകരുതലുകൾ നൽകുന്നുണ്ട്. കളക്ടർമാർ ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ അപകടകരമായ നിലയിൽ ഈ കണ്ടെയ്നറുകൾ കണ്ടു കഴിഞ്ഞാൽ അധികൃതരെ അറിയിക്കണമെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒപ്പം തന്നെ കൊച്ചി കോഴിക്കോട് തീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ 2 ആഴ്ച മുൻപാണ് MSC എൽസ 3 എന്ന കപ്പൽ അറബിക്കടലിൽ മുങ്ങിയത്. ഇത്തരത്തിൽ അതിൽ നിന്നുള്ള രാസവസ്തുക്കൾ പോലും പൂർണ്ണമായും നീക്കം ചെയ്യാനായി കഴിഞ്ഞിരുന്നില്ല. ഈ MSC എൽസ 3യിലെ രാസവസ്തുക്കളും മാലിന്യങ്ങളും അടക്കം നീക്കം ചെയ്യാനായി 12 മുങ്ങൽ വിദഗ്ധരുടെ സംഘം ഇന്നലെ അപകടമുണ്ടായ സ്ഥലത്തെത്തിയിരുന്നു. എന്തായാലും ഈ രാസവസ്തുക്കളും ഓയിലും വിഷവസ്തുക്കളും അടങ്ങുന്ന കണ്ടെയ്നറിലുള്ള വസ്തുക്കൾ നീക്കം ചെയ്യൽ എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ കടലിൽ കാണാതായ 4 പേരെ രക്ഷിക്കുക എന്ന ദൗത്യത്തിനൊപ്പം തന്നെ പരിസ്ഥിതിക്കും ഒപ്പം തന്നെ മത്സ്യസമ്പത്തിനുമൊക്കെ ദോഷമുണ്ടാക്കുന്ന ഇത്തരം ഈ കണ്ടെയ്നറിലെ വിഷദ്രാവകങ്ങളും രാസവസ്തുക്കളും ഒക്കെ നീക്കം ചെയ്യുക എന്ന കാര്യത്തിനും മുൻഗണന നൽകിക്കൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുന്നത്. കൃഷ്ണരാജ്. അനഘയിലേക്ക് പോകുന്നു. അനഘ, നേരത്തെ 2 കപ്പലുകൾ തീരത്തോട് അടുക്കുന്നതായി കണ്ടു. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്താണ്? കൃഷ്ണരാജ്, അതായത് ഇന്നലെ ഈ വിവരമറിഞ്ഞ് ഈ ബേപ്പൂരിൽ നിന്ന് കോസ്റ്റ് ഗാർഡിന്റെ ഒരു കപ്പൽ സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടിരുന്നു ഈ രക്ഷാദൗത്യത്തിനായി. ആ രക്ഷാദൗത്യത്തിന് പോയ കപ്പലാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന കപ്പൽ. ആ കപ്പൽ മടങ്ങി വരുന്നതാണ് എന്നാണ് ഈ കോസ്റ്റ് ഗാർഡ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇന്നലെ 11 മണിക്ക് ഈ വിവരമറിഞ്ഞ ഉടൻ തന്നെ ഈ ബേപ്പൂരിൽ നിന്ന് കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ ആ ഭാഗത്തേക്ക് പുറപ്പെട്ടിരുന്നു. ഇവിടെ നിന്ന് ബേപ്പൂരിൽ നിന്ന് ഈ 40 നോട്ടിക്കൽ മൈൽ അകലെ മാത്രമാണ് ഈ കപ്പൽ തീപിടുത്തമുണ്ടായത്. അതുകൊണ്ട് തന്നെ ആദ്യം വിവരം അറിഞ്ഞതും ഈ ബേപ്പൂർ പോർട്ടിലേക്കായിരുന്നു. പോർട്ടിൽ നിന്ന് ആ സമയം തന്നെ കപ്പലുകൾ, വലിയ കോസ്റ്റ് ഗാർഡിന്റെ വലിയ കപ്പലുകൾ ആ ഭാഗത്തേക്ക് പുറപ്പെട്ടിരുന്നു. അങ്ങനെ ഇന്നലെ പോയ ഒരു കപ്പലാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ കപ്പൽ തിരിച്ച് ബേപ്പൂരിലേക്ക് തന്നെ തിരിച്ച് എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. നേരത്തെ പോർട്ട് ഓഫീസർ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇത്തരത്തിൽ ഇന്നലെ ഇവിടെ നിന്ന് ഈ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ പുറപ്പെട്ടിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ നാളെ രാവിലെയൊക്കെ തന്നെയായിരിക്കും മടങ്ങി വരിക എന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. അത്തരത്തിൽ മടങ്ങി വരുന്ന കപ്പലാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കൃഷ്ണരാജ്. ശരി, ഏതായാലും ഈ വാർത്തയിലേക്ക് അധികമായി വരേണ്ടതുണ്ട്. തീപിടിച്ച ചരക്ക് കപ്പലിനെ മുഴുവനായും തീ വിഴുങ്ങുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കോസ്റ്റ് ഗാർഡ് അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. രക്ഷപ്പെടുത്തിയ 18 ജീവനക്കാരെ മംഗളൂരുവിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്ന വിവരം വരുന്നുണ്ട്. കാണാതായ 4 പേർക്ക് വേണ്ടി തെരച്ചിൽ തുടരുന്നുമുണ്ട്. ഏതായാലും രക്ഷാപ്രവർത്തനത്തിനായി പോയ 2 കപ്പലുകൾ അവിടെ തിരിച്ചെത്തുന്ന ദൃശ്യങ്ങളും നമ്മൾ തത്സമയം കണ്ടു. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘയും നിഷ ദിലീപും. ഈ വാർത്തയിലേക്ക് നമുക്ക് അധികം വൈകാതെ തിരിച്ചു വരേണ്ടി വരും.